ഏതുവരെ മിസ് ക്ലാസ്സിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചത് എന്റെ മക്കളെ? ടെക്സ്റ്റ് ബുക്ക് എടുത്ത് എല്ലാവരും. ഹെൽജോ വരത്തേയില്ലല്ലോ ക്ലാസ്സില്. ഹെൽജോ ക്ലാസ്സിൽ കാണാറേ ഇല്ലല്ലോ. അപ്പൊ എവിടെ വരെ എത്തിയത് മക്കളെ? ഇനി നെക്സ്റ്റ് നമുക്ക് സർക്കിൾ ദ ഓഡ് ലെറ്റർ. ഇത് നമ്മൾ ചെയ്തോ? ഇല്ലല്ലോ. പേജ് നമ്പർ 34. പേജ് നമ്പർ 34 ഇത് നമ്മൾ ചെയ്തതല്ലല്ലോ. ആണോ? സേ യെസ് ഓർ നോ. യെസ് ആണെങ്കിൽ ഇങ്ങനെ കാണിക്കുക, നോ ആണെങ്കിൽ ഇങ്ങനെ കാണിക്കുക. ചെയ്തോ അത്? നോ ചെയ്തില്ലടോ ഫാത്തിമ. ഫാത്തിമ മെഹറിനത് ചെയ്തിട്ടില്ല. സർക്കിൾ ദ ഓഡ് ലെറ്റർ. ഓഡ് ലെറ്റർ എന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞാൽ എന്താണ്? ഒറ്റപ്പെട്ടതാണ് അല്ലേ? അതിൽ ഒറ്റപ്പെട്ട ലെറ്റർ ഏതാണെന്ന് വെച്ചാൽ അത് സർക്കിൾ ചെയ്യുക. ഫസ്റ്റ് റോ നോക്കിയേ. ജി ബി ജി ജി. ഏതാ അതിൽ ഒറ്റപ്പെട്ടത്? ഒരുപോലെ അല്ലാത്തതല്ലേ ഒറ്റപ്പെട്ടത് അല്ലേ? അതിൽ ഒന്ന് മാത്രം വേറെ ഏതോ ഒന്നാണ്, ബാക്കിയെല്ലാം സെയിം ആണ്. അപ്പൊ ഏതിനെ സർക്കിൾ ചെയ്യേണ്ടത്? ബിക്കാണ് അല്ലേ? അവിടെ ബിക്ക് സർക്കിൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കിയേ. വാട്ട് ആർ ദ ലെറ്റേഴ്സ്? അത് ഏത് ലെറ്റേഴ്സ് ആണ്? എച്ച് 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 ഐ അല്ലേ? സോ സർക്കിൾ ഐ. ഐക്ക് സർക്കിൾ ചെയ്തേ. ഐ സർക്കിൾ ചെയ്തേ. 3 ക്യാപിറ്റൽ ലെറ്റർ എച്ച് ആണ്, ബാക്കി ഒറ്റൊന്ന് ഐ ആണ് അല്ലേ? അപ്പൊ അതല്ലേ ഓഡ് വൺ. സോ സർക്കിൾ ദാറ്റ് വൺ. അത് സർക്കിൾ ചെയ്തോ? ഓക്കെ, നെക്സ്റ്റ് ഐ ഐ ജി ഐ. 3 ഐ ഉണ്ട് അല്ലേ? 3 ഒരുപോലത്തെയാണ്. അതിലൊന്ന് മാത്രം ജി ആണ്, ക്യാപിറ്റൽ ലെറ്റർ ജി ആണ്. അപ്പൊ സർക്കിൾ ജി. ജി സർക്കിൾ ചെയ്തേ. ജി സർക്കിൾ ചെയ്തോ? ഓക്കെ, നെക്സ്റ്റ് വൺ, ലാസ്റ്റ് വൺ. ബി എച്ച് എച്ച് എച്ച്. 3 എച്ച് ഉണ്ട്, ഒറ്റ ഒരു ബി ഉണ്ട് അല്ലേ? അപ്പൊ ഏതിനെ സർക്കിൾ ചെയ്യേണ്ടത്? ബിക്ക് സർക്കിൾ ചെയ്യണം. ബിക്ക് സർക്കിൾ ചെയ്തോ? ചെയ്തോ? അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിന് വരിക കേട്ടാ. അപ്പൊ ഇതുപോലെ വേണം നമ്മൾ എഴുതി പഠിക്കാൻ വേണ്ടിട്ട്. ഓഡ് വൺ കണ്ടാൽ സർക്കിൾ ചെയ്യണം അല്ലേ? ഓക്കെ, then take the next page. Take the next page. Circle the two pictures. Circle the two pictures that are the same. Ananda, circle the two pictures. 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ ഇഷാനി? Circle the two pictures. 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ആണ് അല്ലേ? അപ്പൊ 2 പിക്ചറിന് സർക്കിൾ ചെയ്യാം. അതായത് ഒരുപോലെയുള്ള 2 പിക്ചേഴ്സിനും 2 ചിത്രത്തിനും, പിക്ചർ എന്ന് പറഞ്ഞാൽ ചിത്രമാണ് അല്ലേ? ഒരുപോലെയുള്ള 2 ചിത്രത്തിനും ഒരുപോലെയുള്ള 2 പിക്ചേഴ്സിന് സർക്കിൾ ചെയ്യാം. ഫസ്റ്റ് വൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ജഗ് ആണ് അല്ലേ? 2 ജഗ് ഉണ്ട്, ഒറ്റൊരു ലീഫും ഉണ്ട്, കണ്ടോ? അപ്പൊ 2 ജഗിനും സർക്കിൾ ചെയ്തു. ഇനി ഇവിടെ നോക്കിയേ. ഫസ്റ്റ് വൺ എന്താണ്? കൈറ്റ് ആണ്. ഇതും കൈറ്റ് ആണ്. തേർഡ് വൺ ജാം ആണ്. അപ്പൊ ഏതിനാ സർക്കിൾ ചെയ്യേണ്ടത്? ഏതിനാണോ സർക്കിൾ ചെയ്യേണ്ടത്? ഏതിനാ വട്ടം വരയ്ക്കേണ്ടത് അൻവിത? കൈറ്റ്. 2 കൈറ്റിനും നിങ്ങൾ സർക്കിൾ ചെയ്താ. ഇത് ഓഡ് വണ്ണിനല്ല, ഒരുപോലെയുള്ള പിക്ചേഴ്സിനാണ് സർക്കിൾ ചെയ്യേണ്ടത്. ഉമർ ജാഫർ ചെയ്യുന്നുണ്ടോ അവിടെ? ഉമറെ ചെയ്യുന്നുണ്ടോ? യെസ്. ആൻഡ് third one. First one, lock. This picture is lock. And this one is lion. And the last one also is lock. ഒന്നാമത്തത് ലോക്കിന്റെ പിക്ചർ ആണ്, രണ്ടാമത്തെ ലയൺ ആണ്, തേർഡ് വണ്ണും ലോക്ക് ആണ്. അപ്പൊ ഏതിനൊക്കെയാണ് സർക്കിൾ ചെയ്യേണ്ടത്? ഒന്നാമത്തെ ലോക്കിന് സർക്കിൾ ചെയ്യുക, ലാസ്റ്റ് വൺ ലോക്കിനും സർക്കിൾ ചെയ്യുക. ചെയ്തോ? ഇവിടെ നല്ല ശക്തിയായിട്ടുള്ള മഴയാണ്. ഞാൻ സ്ട്രെയിൻ എടുക്കുന്നത് അതുകൊണ്ടാണ് സൗണ്ട് കേൾക്കാൻ. ഓക്കെ,
Okay, and another one. Okay. ഇവിടെ നോക്കാം. This one is mango. ഇതെന്താണ്? Mango ആണല്ലേ? This one also is mango. And last one, key. അപ്പൊ ഏതിനൊക്കെയാണ് നമ്മൾ സർക്കിൾ ചെയ്യേണ്ടത്? രണ്ട് മാംഗോയ്ക്കും സർക്കിൾ ചെയ്യാം. ചെയ്തോ? അപ്പൊ ഏതിനൊക്കെ സർക്കിൾ ചെയ്തത്? ഫസ്റ്റ് പിക്ചറിൽ ജഗ്ഗിന് നമ്മൾ സർക്കിൾ ചെയ്തു, സെക്കൻഡ് വൺ കൈറ്റ്, തേർഡ് വൺ ലോക്ക് ആൻഡ് ഫോർത്ത് വൺ മാംഗോസിന് സർക്കിൾ ചെയ്തു അല്ലേ? എന്റെ മക്കൾ ചെയ്തു കഴിഞ്ഞെങ്കിൽ ഒന്ന് മിസ്സിന് ടെക്സ്റ്റ് ബുക്ക് കാണിച്ചേ. ടെക്സ്റ്റ് ബുക്ക് കാണിച്ചേ ഒന്ന്. ഏഡൻ ജെ മാത്യു ടെക്സ്റ്റ് ബുക്ക് കാണിച്ചേ. ഏഡൻ ഏഡൻ ജെ മാത്യു കഴിഞ്ഞില്ലേടോ? യെസ്, ഓക്കെ, ഇനഫ് 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 മതി. One minute. Okay. Okay. Match the pictures with the letters they begin with. കണ്ടോ? Match the pictures with the letters they begin with. നമ്മൾ നേരത്തെ 2 ദിവസം മുന്നേ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പിക്ചേഴ്സിനെ ആ പിക്ചേഴ്സിന്റെ പേര് നെയിം സ്റ്റാർട്ട് ചെയ്യുന്ന ലെറ്റേഴ്സുമായിട്ട് മാച്ച് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് വൺ ഏതൊക്കെ ലെറ്റേഴ്സ് അവിടെ ഉണ്ട്? ആദിശ്രീ ലിസൺ ഹിയർ. ജെ, കെ, എൽ, എം. ഓക്കെ, 4 ഉള്ളൂ അല്ലേ? ജെ, കെ, എൽ, എം. ഓക്കെ, ഫസ്റ്റ് വൺ എന്താ? ഫസ്റ്റ് വൺ ഫസ്റ്റ് പിക്ചർ എന്താണ്? നിങ്ങൾ തന്നെ പറഞ്ഞു. എന്താ ഫസ്റ്റ് പിക്ചർ? ഇഷാനി, എന്താണോ ഫസ്റ്റ് പിക്ചർ? മങ്കി ആണല്ലേ? മങ്കി ഏത് ലെറ്ററിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്? എം ഫോർ മങ്കി എന്നല്ലേ നമ്മൾ പഠിച്ചത്. സോ മാച്ച് എ ലൈൻ വിത്ത് എം ടു ദാറ്റ് മങ്കി. മങ്കിയിൽ നിന്ന് എമ്മിലേക്ക് ഒരു വര വരച്ചേ, ലൈൻ വരച്ചേ. മങ്കിയിൽ നിന്നും എമ്മിലേക്ക് വരച്ചോ? യെസ്. ആൻഡ് വിച്ച് ഈസ് ദ സെക്കൻഡ് പിക്ചർ? എന്താ സെക്കൻഡ് പിക്ചർ? ആദിഷ്, ആദിഷേ എന്താണ് സെക്കൻഡ് പിക്ചർ? ലീഫ് ആണല്ലേ? വെരി ഗുഡ്. അപ്പൊ എല്ലിലേക്കല്ലേ വരയ്ക്കേണ്ടത്? എൽ ഫോർ ലീഫ് എന്നല്ലേ നമ്മൾ പഠിച്ചത്. അപ്പൊ ഈ ലീഫ് എല്ലിലേക്ക് വരയ്ക്കുക. ലീഫ് എല്ലിലേക്ക് വരച്ചോ. ലീഫ് എല്ലിലേക്ക് വരയ്ക്കുക. ഓക്കെ, നെക്സ്റ്റ് നിതാഷ. നിതാഷ, and what is this? ഇത് എന്തിന്റെ പിക്ചറാ? A for kangaroo. K for kangaroo. അപ്പൊ കെയിലേക്ക് വരച്ചോ. കെയിലേക്ക് കേട്ടു. K for kangaroo. അപ്പൊ കെയില് കങ്കാരുലേക്ക് ഒരു ലൈൻ വരച്ചോ? വരച്ചതാണോ എല്ലാവരും? ഓക്കെ, ഇനി ഷഹലേ, ഷഹൽ ഇതെന്തിന്റെ പിക്ചർ ആടോ? ജോക്കർ. എങ്ങനെ നമ്മൾ പഠിച്ചത്? ജോക്കർ. സോ ജയിൽ നിന്നും ജോക്കറിലേക്ക് ഒരു ലൈൻ വരച്ചേ. ജയിൽ നിന്നും ജോക്കറിലേക്ക് ഒരു ലൈൻ വരച്ചേ എന്റെ മക്കള്. ഏഡൻ ജെ മാച്ച് ചെയ്യുന്നുണ്ടോ അവിടുന്ന്? ഏഡൻ,
ഓക്കെ, നെക്സ്റ്റ് ഇതെന്തിന്റെ പിക്ചർ ആണ്? ഇതെന്തിന്റെ പിക്ചർ ആണ് അൻവിത? L for lion ആണോ അത്? അങ്ങനെയാണെങ്കിൽ L നിന്നും വരച്ചോ. L നിന്നും ലയണിലേക്ക് ഒരു ലൈൻ വരച്ചോ. വരച്ചോ? Yes. Any last one, jam. We can see the picture of jam. Jam കാണുന്നുണ്ടോ? അപ്പൊ jam, J for jam അല്ലേ? അപ്പൊ J യിൽ നിന്നും ജാമിലേക്ക് ഒരു ലൈൻ വരച്ചോ. J for jam. Okay. കഴിഞ്ഞോ? ഓക്കെ, ഇനി നെക്സ്റ്റ് പേജിലെ വർക്ക് ഇനി റൈംസ് ആണല്ലേ. കഴിഞ്ഞു അല്ലേ? അപ്പൊ നമ്മളിപ്പോ കഴിഞ്ഞു. ഇനി റൈംസ് ആണുള്ളത്. അത് മിസ് എടുക്കുന്നില്ലേ? വേറെ ടീച്ചർ എടുക്കുന്നില്ലേ? നമ്മള് റിവിഷൻ എവിടെ വരെ എത്തി? റിവിഷൻ എവിടെ വരെ എത്തിയത്? ABCDEF വരെ പഠിച്ചു അല്ലേ? ഇല്ല, F എത്തിയിട്ടില്ല. E പഠിച്ചു. ഇനി F ആണ് പഠിക്കേണ്ടത് അല്ലേ? F അല്ലേടോ? Okay, take your slate. Slate എടുത്തോ. Okay, then write capital letter F and small letter f. Capital letter F എഴുതുക, small letter F എഴുതുക. Write capital letter F and ഒരു സൈഡില് സ്ലേറ്റിന്റെ ഒരു സൈഡില് ക്യാപിറ്റൽ ലെറ്റർ F മുഴുവനായിട്ട് എഴുതുക. മറു സൈഡില് സ്മോൾ ലെറ്റർ F എഴുതുക. Okay, F. This is capital letter F. Okay, write like this. Capital letter F എഴുതുക. Abels ഉണ്ടോ? എന്താണ് അവിടെ വരയ്ക്കുന്നത്? ബോർഡിൽ വരയ്ക്കാനല്ല ഞാൻ പറഞ്ഞത്, സ്ലേറ്റിൽ വരയ്ക്കാനാണേ. കേട്ടാ? Okay, F. This is capital letter F and this is small letter f. Okay, F. Okay, right. Okay, have you finished? Okay, ഷഹൽ മറുഭാഗം എഴുതിക്കോ. സ്ലൈറ്റ് നിറയെ എഴുതണേ, നിറയെ എഴുതുക, സ്ലൈറ്റ് നിറയെ.
കഴിഞ്ഞോ എല്ലാവരും? Show me your slate. Show me your slate. Okay. Okay, capital letter F എഴുതിട്ടുണ്ട്. Small letter F എഴുതി കാണിച്ചേ. Make it fast. Speed എഴുതി കാണിച്ചേ. സ്പീഡ് ആക്കണേ. ഇന്നും നമ്മുടെ അഭിനവ് വന്നിട്ടില്ല അല്ലെ? ഓക്കെ. അപ്പൊ ക്യാപിറ്റൽ ലെറ്റർ എഫ് എഴുതാനും സ്മോൾ ലെറ്റർ എഫ് എഴുതാനും പറ്റിയ സിയ ഫാത്തിമയുടെ സ്ലേറ്റ് കണ്ടില്ല മിസ്? കാണിച്ചേ മിസ്സിനെ. എല്ലാവരും കാണിച്ചേ. ഇഷാനി ഷാനു. ഓക്കെ, വെരി ഗുഡ്. ആദിഷ്, show me your slate. ആദിഷ്, show me your slate. Yes, okay. Nitasha, Umar. Umar and Aiden J. Matthew. Adish Sri, Sia Fatima. Sia Kuttiye. Fatima Mehrinde കണ്ടിട്ടുണ്ട്. അൻവിത, സ്ലേറ്റ് എവിടെ പോയി അൻവിത? സ്ലേറ്റിൽ എന്താ എഴുതാത്തത് ഇപ്പോ? കുഞ്ഞു മക്കളെ സ്ലേറ്റിലല്ലേ എഴുതേണ്ടത്? ഓക്കെ. അപ്പൊ എഫ് വെച്ചിട്ട് ഏതൊക്കെ വേർഡ്സാ പഠിച്ചത്? എഫ് വെച്ചിട്ട് ഏതൊക്കെ വേർഡ്സാ പഠിച്ചത്? എഫ് ഫോർ ഫിഷ്, പിന്നെ എഫ് ഫോർ ഫ്ലാഗ്, എഫ് ഫോർ ഫ്ലവർ. ഏതൊക്കെയാ പഠിച്ചത്? എഫ് ഫോർ ഫിഷ്, എഫ് ഫോർ flag, F for flower. Okay. F for fish, F for flag, F for flower. Got it? ഏതൊക്കെയാണ്? F for fish, F for flag, F for flower. Okay. ഒന്ന് പറഞ്ഞേ. ഏഡൻ ജെ മാത്യു, ഞാൻ ഇന്ന് ഒരുപാട് പ്രാവശ്യം വിളിച്ചു, കേൾക്കുന്നില്ല എന്റെ മോന് മിസ് പറയുന്നത്? ഓ മിസ് അത് കണ്ടില്ല. ഓക്കെ, ഉമർ ഒന്ന് പറഞ്ഞേ. ഉമറേ, ഏതൊക്കെ വേർഡ്സ് നമ്മൾ എഫ് വെച്ചിട്ട് പഠിച്ചത്? എഫ് ഫോർ ഉമർ. Okay. Frog, very good. Hails of Felix. ഭയങ്കര കളിയാണ് അവിടുന്ന് അല്ലേ? ഹെൽജോ, ഹെൽജോന്റെ ഇത്രയും നാളും ക്ലാസ്സിൽ കയറാതിരുന്നത്? കൊറേ നാളായല്ലോ ക്ലാസ്സിൽ കയറിയിട്ട്, എന്ത് പറ്റി? ഹെൽജോ, പറയാനുണ്ടോ മിസ്സിനോട് എന്തെങ്കിലും? ഉണ്ടോ പറയാൻ? എന്തേ കേറാഞ്ഞെന്ന് മടിയായിരുന്നോ?
Okay, Abel's ഒന്ന് പറഞ്ഞേ മോനെ. F for fish, F for frog, F for flower. Okay. Frog. Okay. Sia Fatima. F for fish, F for Flag. Okay. F for F for frog. Okay. Next Fatima Meharim. എന്ത് പറ്റി സുന്ദരി ആവാണ്ട് വന്നത്? ഭയങ്കര മടിയാ ക്ലാസ്സിൽ ഇരിക്കാൻ. അതെയാ ഫാത്തിമ? അത് കാണുമ്പോഴേ തിരിയുന്നുണ്ട്. അതെയാ ഫാത്തിമ? നല്ല മോളല്ലേ അല്ലേ? പറഞ്ഞേ. F for ഓക്കെ. നിന്റെ ചേച്ചി ഇഫ്ര നല്ലോണം പഠിക്കുന്നതാണേ. മോള് നല്ലോണം പഠിക്കണേ കേട്ടാ. നല്ല മോളായിട്ട് പഠിക്കണേ. യെസ് പറഞ്ഞേ. യെസ് പറഞ്ഞേ. ഓക്കെ. നെക്സ്റ്റ് ഒന്ന് പറഞ്ഞേ ഇഷാനി. എഫ് വെച്ചിട്ട് ഏതൊക്കെ വേർഡ്സ് ആയിരുന്നു പഠിച്ചത്? ഇഷാനിനെ കാണുന്നില്ല. ഇഷാനി വിളിക്കുമ്പോഴേ വരുള്ളൂ. ക്ലാസ്സിന്റെ ഇടയ്ക്ക് എവിടെയാ പോകുന്നേ ഇഷാനിയെ? അൺമ്യൂട്ട് ചെയ്തേ മോളെ. അൺമ്യൂട്ട് ചെയ്തിട്ട്. F for frog അല്ല ഫ്രോഗ് പറഞ്ഞേ. ഓക്കെ. നെക്സ്റ്റ് ആദിഷ്. F for fish, F for frog, flower, flower frog. I know. Hailjo, what are you doing there, Hailjo? എല്ലാവരും കാണുന്നുണ്ട് ഇവിടെ. ഷഹല് പറഞ്ഞോ? F for ഫിഷ് ഫ്രോഗ് ഒക്കെ പറഞ്ഞോ ഷഹലെ? എന്തേ പാവത്താനായതെന്ന് തോലിരിക്കുന്നെന്ന്? ഓക്കെ. നെക്സ്റ്റ് ഏബൽസ് ഉണ്ടോ പറഞ്ഞേ? F for ഒന്നും കൂടി ഉണ്ടല്ലോ. ഫ്രോഗ്. ഓക്കെ. സിയ ഫാത്തിമ. പറഞ്ഞായിരുന്നോ? ഒമോൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? നെക്സ്റ്റ് സിയ കുട്ടി പറഞ്ഞോ? F for flag. Then F for fish. Flag. F for flower. F for frog. Okay. Next Adishree.
പറഞ്ഞോ. F for പറഞ്ഞോ. സ്പീഡിൽ പറ. F for എന്തായിരുന്നു ആദിശ്രീക്ക് പറ്റിയത്? നെക്സ്റ്റ് നിതാഷ. എന്റെ മോള് പറഞ്ഞതാണോ? Okay, very good. Okay, finger. Okay, നല്ല മോളാണ്. ഇനി എന്താ വേണ്ടത്? ഇത്രയും മതിയല്ലോ ഇന്ന്. ഇന്നത്തെ ക്ലാസ് ഇത്രയും മതിയാക്കിയാലോ? അൻവിത കുട്ടി പറഞ്ഞിട്ടില്ലേ? എന്റെ മോള് പറഞ്ഞിട്ടില്ല. എങ്ങനെയാന്ന് വീഡിയോ ഓഫ് ചെയ്ത് എവിടെയെങ്കിലും പോയാലും ഞാൻ എങ്ങനെ വിളിക്കേണ്ടത്? ഇതിന്റെ അടുത്ത് ആരും ഒരു വാവനെ കണ്ട ഇന്ന്? Who is that baby? മാമന്റെ മോനാ? Okay, F for fish, F for flag, F for flower, F for frog. ആദിശ്രീ ഇല്ല, ആദിശ്രീക്ക് റേഞ്ചിന്റെ പ്രോബ്ലം തോന്നുന്നു. ഓക്കെ, ദാറ്റ്സ് ഇനഫ് ഫോർ ടുഡേ. ഇന്ന് ഇത്രയും മതി അല്ലേ? Shall we wind up the class? Bye. ഇനി അടുത്ത ലെറ്റർ എടുക്കാൻ തുടങ്ങി ഇപ്പൊ തീരില്ല അല്ലേ? അപ്പൊ പിന്നെ എങ്ങനെ എടുക്ക? നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഇപ്പൊ അത് പകുതിയാവില്ലേ? Then bye. See you in the next class. ഒന്നു മക്കളായിട്ട് പഠിക്കണേ കേട്ടാ? ഫാത്തിമ മെഹറേൻ മടിയെല്ലാം കളയണേ. ഉമ്മ വിളിക്കുമ്പോ പഠിക്കാൻ പോണം കേട്ടാ? എല്ലാവരും പഠിക്കണേ. ഓക്കെ.